നമസ്കാരം, ഞാൻ ഷാഹിൻ. ഇന്ത്യൻ ക്ലാസിഫൈഡ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പൂജപ്പുരയിലാണ്. പൂജപ്പുരയുടെ ഒരു മധ്യഭാഗത്തിരിക്കുന്ന TTC ബേസിൽ ലോഫ്റ്റ്സ് എന്ന് പറഞ്ഞ ഫ്ലാറ്റിന്റെ മുമ്പിലാണ് ഞാനുള്ളത്. ഇവിടെ നമുക്കൊരു 3 BHK ഫ്ലാറ്റ് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എന്റെ പുറകിൽ കാണുന്ന TTC ബേസിൽ ലോഫ്റ്റ്. ഒരു യമണ്ടൻ ഫ്ലാറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. അത് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പൂജപ്പുരയല്ല, മെയിൻ ലൊക്കേഷനിലിരിക്കുന്ന ഫ്ലാറ്റ് തന്നെയാണ് TTC ബേസിൽ ലോഫ്റ്റ്. അപ്പോൾ നമ്മൾ കൂടുതൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അകത്ത് പോയി കാണാം. നമ്മളപ്പോൾ ഫ്ലാറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴി പരിചയപ്പെടാം. എന്റെ ടുവേർഡ്സ് റൈറ്റ് നമ്മൾ ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് ഫേമസ് പ്ലേസസ് ആയ തിരുമല, മരുതൻകുഴി, ശാസ്തമംഗലം, വെള്ളയമ്പലം ആ ഏരിയയിലേക്ക് പോകാൻ പറ്റുന്നതാണ്. എന്റെ ടുവേർഡ്സ് ലെഫ്റ്റ് ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് കരമന, കിള്ളിപ്പാലം തുടങ്ങിയ ഫേമസ് പ്ലേസസിൽ പോകാൻ പറ്റും. അപ്പൊ ഇത്രയും ഒരു സെൻട്രലിൽ ഇരിക്കുന്ന ഒരു പ്രോപ്പർ ലൊക്കേഷൻ. എന്റെ തൊട്ട് ബാക്കിൽ ഇരിക്കുന്ന ഈ ഫ്ലാറ്റിലെ 9ാമത്തെ നിലയിലെ 9D ഫ്ലാറ്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് ഫ്ലാറ്റ് ഒന്ന് പോയി കാണാം. അപ്പൊ ആസ് യൂഷ്വൽ ഇവിടെയാണ് നമ്മുടെ 24/7 സെക്യൂരിറ്റി സർവീസ് നമുക്ക് ഇവിടെ ഉണ്ട്, എല്ലാ ഫ്ലാറ്റിലെയും പോലെ തന്നെ. പക്ഷേ ഇവിടുത്തെ ഒരു വേറൊരു വ്യത്യസ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഗസ്റ്റിന്റെ കാർ പാർക്കിംഗ് ഭയങ്കര വിശാല സൗകര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. നമുക്കായിട്ടൊരു സ്പെസിഫിക് കാർ പാർക്കിംഗ് ഏരിയ ഉണ്ടെങ്കിൽ പോലും നമുക്കിപ്പോൾ ഗസ്റ്റോ എന്തെങ്കിലും ഫ്രണ്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഗസ്റ്റിന്റെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഇവിടെ ഭയങ്കര വിശാലമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫ്ലാറ്റിലേക്കുള്ള എൻട്രി വേ ഇതാണ്. നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഈ മുമ്പില് നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന്റെ ഓണേഴ്സിന്റെ നെയിം ആസ് യൂഷ്വൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് നമ്മുടെ ഫ്ലാറ്റ് ഈ 9D ആണ് നമുക്ക് സെയിലിനുള്ള ഫ്ലാറ്റ്. 9D ശ്രീമതി ഷാജ ജോസ് ആൻഡ് ശ്രീ ജോസ് മാത്യു, ഇവരാണ് ഓണേഴ്സ്. ഇവരുടെ കാര്യമാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 9D ആണ് നമ്മുടെ ഫ്ലാറ്റ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് 11th ഫ്ലോറിലാണ്. 11th ആണ് ഇവിടുത്തെ ടോപ്പ് ഫ്ലോർ ഈ ഒരു ഫ്ലാറ്റിന്റെ. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഉള്ളത്. അപ്പോൾ റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നമുക്കത് വളരെ ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഈ ഒരു 11th ഫ്ലോറിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ അല്ലാതെ നമുക്ക് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ടാവും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ആംബിയൻസ്. കാരണം റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എന്തൊരു രസമായിരിക്കും നിങ്ങളിവിടെ ഒന്ന് കൂടുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ടും. അതുപോലെ തന്നെ ഈ ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്കൊരു മേജർ അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും ഇങ്ങനെ സ്വിമ്മിംഗ് പൂളും ഈ ഒരു അക്സസിബിലിറ്റി ഫാക്ടറൊക്കെ ഉള്ളത്. ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ സ്റ്റാർ ഹോട്ടൽസിലും അതുപോലെ തന്നെ പ്രീമിയം ലക്ഷറിയസ് ഓരോ ഫ്ലാറ്റ്സിലും മാത്രമേ നമുക്ക് ഇതുപോലെ റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ ഒരു ഡൗട്ടും വേണ്ട, അത്രയ്ക്കും ഒരു പ്രീമിയം സെറ്റപ്പിൽ ചെയ്തൊരു ഫ്ലാറ്റ് തന്നെയാണ് ഈ TTC ബേസിൽ ലോഫ്റ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ്. അപ്പോൾ ഒരു അടിപൊളി ഒരു ലക്ഷറിയസ് ഒരു സെറ്റപ്പാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ അമ്മോ, ഒരു അന്യായ വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ. കാരണം നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരാൻ മനസ്സിലാവും, ഒരു രക്ഷയില്ല. കാരണം നമ്മുടെ ചുറ്റും നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും, കണ്ടോ എന്താ അടിപൊളിയായിട്ടാണ് ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ. എസ്പെഷ്യലി നമ്മൾ നൈറ്റ് നമ്മൾ വിഷ്വൽ എന്തായാലും കാണിച്ചു തരാം കേട്ടോ. കാരണം രാത്രി ആയിരിക്കണം നമുക്കിത് കാണേണ്ടത്. നമ്മുടെ ഈ മോഡേൺ ലൈഫ് സ്റ്റൈലിൽ നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ക്ലബ് ഉള്ളത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് കയറി നമ്മുടെ ഈ ടോപ്പ് 11th ഫ്ലോറിൽ വരിക. നമുക്ക് ഈ ഒരു ഹെൽത്ത് ക്ലബ് എപ്പോൾ വേണോ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ഈ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു മികച്ച ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴി. അപ്പോൾ ഇവിടെ ഈ ഒരു 11th ഫ്ലോറിൽ തന്നെയാണ് നമുക്ക് ഈ സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പരിചയപ്പെടുത്തുന്ന ഹെൽത്ത് ക്ലബ്ബ്. പിന്നെ പോരാഞ്ഞിട്ട് ഇനിയും 2 കാര്യങ്ങൾ ഞാനിവിടെ നോട്ടീസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോം തിയേറ്റർ സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലബ് ഹൗസ് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ഹാൾ, അങ്ങനത്തെ രീതിയിലൊരു ഹോളും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും പാർട്ടീസോ ഗെറ്റ് ടുഗദേഴ്സോ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം ഈ ഫ്ലാറ്റിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ 11th ഫ്ലോറിൽ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ എത്തിയിരിക്കുകയാണ്. 9ാമത്തെ നിലയിലാണ് ഞാനുള്ളത് ഫ്ലാറ്റിൻ്റെ. അപ്പോൾ നമുക്കിവിടെ 2 ലിഫ്റ്റുകൾ നമുക്കിവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റ് വരുന്നത് 9D ആണ്. അതായത് ഈ ലിഫ്റ്റിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഫ്ലാറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറി നോക്കിയാലോ. 9D ഫ്ലാറ്റ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിനകത്തെത്തി. നല്ല ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയർ ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. നല്ലൊരു സോഫ സെറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല അടിപൊളി ഒരു വ്യൂ ആയിരിക്കും. എസ്പെഷ്യലി നമുക്കിത് നൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലായേനെ. കാരണം നമ്മുടെ പൂജപ്പുര, നമ്മുടെ ഒരു ഹാർട്ട്, പൂജപ്പുര ഒരു ഹൃദയഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ കാണാൻ പറ്റുന്ന ബിൽഡിംഗ് ആണ് SBIയുടെ ഹെഡ് ഓഫീസ്. ഓക്കെ, അതിന്റെ തൊട്ടപ്പുറത്ത് നമുക്ക് ഇവിടുത്തെ ഫേമസ് ട്രിവാൻഡ്രത്തെ ലീഡിംഗ് ഫിറ്റ്നസ് ബ്രാൻഡ് ജിം, അതിന്റെ ഏറ്റവും ലീഡിംഗ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, ലയൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ ഒരു ബ്രാഞ്ച് ഇവിടെ പൂജപ്പുരയിലുണ്ട്.
അപ്പൊ അതാണ് ഇതിന്റെ തൊട്ടപ്പുറത്തുള്ള ലയൺ ജിമ്മിന്റെ പൂജപ്പുര ബ്രാഞ്ച്. പിന്നെ അത് അവിടെ കാണുന്ന നമുക്ക് ഗവൺമെന്റ് സ്കൂളാണ് പൂജപ്പുരയിലെ. പിന്നെ ഒരുപാട് ഷോപ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ അക്സസിബിലിറ്റി നോക്കുകയാണെങ്കിൽ പൂജപ്പുരയും അതിന്റെ സമീപത്തും നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ഹോസ്പിറ്റൽസ്, കോളേജസ്, സ്കൂൾസ് എല്ലാം, ഷോപ്സ്, എന്തിനും ഏതിനും നമുക്ക് ഇവിടെ ഫുള്ള് നമുക്ക് ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് പൂജപ്പുര. അപ്പോൾ ഈ PTC ഈ ഒരു ഫ്ലാറ്റിൽ നമുക്കിതാ ഇപ്പം ഈവനിങ് വൈബൊക്കെ എൻജോയ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ബാൽക്കണിയിൽ നിൽക്കാനൊക്കെ ആണെങ്കിൽ ഒരു അടിപൊളി ഒരു ആംബിയൻസ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഫ്ലാറ്റിന്റെ ലിവിംഗ് ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും വലിയ ഒരു TV വെക്കാൻ പറ്റിയ ഒരു അടിപൊളി TV ഏരിയ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് നല്ല ഒരു ഉഗ്രൻ ഒരു ഫേർണിഷിംഗ് സെറ്റപ്പ്, ഒരു സോഫ സെറ്റ് ഇവർ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയ തന്നെയാണ്. ഇതിനോടൊപ്പം ചേർന്ന് ഇങ്ങോട്ടാണ് നമ്മുടെ മെയിൻ ബാൽക്കണി വരുന്നത്. അപ്പൊ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു നൈറ്റ് ഒരു വ്യൂ കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ പൂജപ്പുരയിൽ നിന്ന് നമുക്ക് രാത്രിയൊക്കെ വന്ന് ഇതുപോലെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടൊക്കെ നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണിയാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് ചില്ല് ചെയ്ത് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഭയങ്കര പീസ്ഫുൾ ആണ്. മെയിൻ റോഡാണ്, പൂജപ്പുര മെയിൻ റോഡാണ്. അങ്ങോട്ട് പോയാൽ നമുക്ക് കരമന, കിള്ളിപ്പാലം അങ്ങോട്ട് പോകാൻ പറ്റും. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരുമല, മരുതൻകുഴി, വെള്ളയമ്പലം അങ്ങനത്തെ രീതിയിൽ പോകാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ കണ്ടില്ലേ നല്ലൊരു അടിപൊളി വ്യൂ ആയിരിക്കും. നല്ല പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഫാമിലിയും ഫ്രണ്ട്സും ആയിട്ട് വന്ന് നിൽക്കാൻ പറ്റിയ സ്ഥലമായിരിക്കും ഈ ബാൽക്കണി. അപ്പൊ ഇത് കഴിഞ്ഞ് ഞാൻ ഇനി അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഈ ഒരു സ്പേഷ്യസ് ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. അതിന് മുൻപ് നമുക്ക് നമ്മുടെ ഓപ്പൺ കിച്ചൺ പരിചയപ്പെടാം. കാരണം നമ്മൾ ഓപ്പൺ കിച്ചണിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് അതിനൊക്കെ ബെസ്റ്റ് പ്ലേസ് ആണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് നല്ല കുക്കൊക്കെ ചെയ്ത് നമുക്ക് ഫുഡൊക്കെ ഫ്രണ്ടിൽ സെർവ് ചെയ്യാം. കാരണം ഫ്രണ്ടിലാണ് ഡൈനിങ് ടേബിൾ, നമ്മുടെ ഡൈനിങ് ഏരിയ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ഓപ്പൺ കിച്ചൺ ഏരിയയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ഇത് ഫുള്ളി ഫേർണിഷ് ഫ്ലാറ്റ് ആണ്. ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. എല്ലാം ഓടെ കൂടെയാണ് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ഫ്ലാറ്റ് സെയിൽ ചെയ്യുന്നത്. LGയുടെ ഒരു പ്രീമിയം മോഡൽ ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാം. കാരണം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സോഫ സെറ്റ്, ഇപ്പൊ ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ തുടങ്ങിയ എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസും, ഡൈനിങ് ടേബിൾ എല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ് ഈ ഒരു ഫ്ലാറ്റ് വെച്ചാൽ. കാരണം ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടാണ് ഈ ഫ്ലാറ്റ് സെയിലിനായിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിഫറെന്റ് നല്ല മോഡേൺ ഒരു രീതിയിൽ ചെയ്തിട്ടുള്ള പ്രീമിയം ഫിനിഷുള്ള കബോർഡ്സ്, അതും വുഡനിൽ ചെയ്തിട്ടുള്ളതാണ്. കണ്ടോ ഇവിടെയൊക്കെ നമുക്കിത് സാധനങ്ങളൊക്കെ പ്ലേസ് ചെയ്യാം. ഈ കബോർഡ് നല്ല സ്പേഷ്യസ്, അത്യാവശ്യം സ്പേഷ്യസ് കബോർഡാണ്. അതുപോലെ തന്നെ ഫൈബറിന്റെ ഗ്യാസ് സ്റ്റവ്, ചിമ്നി ഇവിടെയും ഉണ്ട് നമുക്ക് കബോർഡ്സ്. ഇതെല്ലാം മോഡേൺ രീതിയിൽ ചെയ്തതാണ് കേട്ടോ അവര്. അപ്പൊ നമ്മുടെ കിച്ചണിലെ മറ്റൊരു അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുമ്പോൾ നല്ല മോഡേൺ നല്ല ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫിനിഷുള്ള വൈറ്റ് വുഡൻ കബോർഡ്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ നല്ല മനോഹരമായ കബോർഡ്സ് നമ്മുടെ കിച്ചണിലുണ്ട്. ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല മോസ്റ്റ് മോഡേൺ ടെക്നിക്സ് യൂസ് ചെയ്ത് എസ്പെഷ്യലി ഇത് കണ്ടോ ഈ ഒരു സെറ്റപ്പ് നല്ല അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റും. അപ്പൊ നല്ല മോസ്റ്റ് മോഡേൺ ടെക്നിക് ഒരു കിച്ചൺ തന്നെയാണ് ഇവരിവിടെ വെച്ചിട്ടുള്ളത്. അതിനോടൊപ്പം ചേർന്ന് വർക്ക് ഏരിയയും. അപ്പൊ ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയിൽ വെക്കേണ്ട അക്വാ ഗാർഡിന്റെ ഒരു അടിപൊളി ഒരു വാട്ടർ പ്യൂരിഫയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീൻ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കണ്ടോ നമുക്ക് കിച്ചണിൽ കൂടുതൽ എഫക്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഇവിടെ വെജിറ്റബിൾസ് ആയാലും നമുക്ക് ഇപ്പൊ നമ്മൾ നോർമൽ ഫാമിലീസ് നമ്മൾ മീൻ വാങ്ങിച്ചാലും ചിക്കൻ വാങ്ങിച്ച് നമുക്ക് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാം. അത് തേങ്ങ തരുവാനുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാം ഈ വർക്ക് ഏരിയയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. വാഷ് ബേസിനുണ്ട്. ഒരു അടിപൊളി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ ഉണ്ട് റോഡിലേക്ക്. നല്ല കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ നല്ല വർക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. അവിടെ ഫാമിലീസ് ആയിട്ട് എല്ലാവർക്കും ഒത്തുകൂടാം. അപ്പൊ അത്രയും ഒരു നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം, സംസാരിക്കാം, ചിരിക്കാം, കളിക്കാം. ലിക്വിഡ് ഡ്രിങ്കിങ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. പക്ഷെ നമുക്ക് വേണമെങ്കിൽ 2 അടിക്കാം ഇവിടെ വെച്ചിട്ട്. കാരണം നമ്മുടെ നാട്ടിലുള്ള മെജോറിറ്റി ആൾക്കാരും കുറച്ചൊക്കെ ഒന്ന് അടിക്കും. അപ്പൊ അവർക്കൊക്കെ പറ്റിയൊരു സ്പേസ് ആണിത്. കാരണം നമുക്ക് എസ്പെഷ്യലി നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു ഗെറ്റ് ടുഗദറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിയോ ചുമ്മാ ഒന്ന് വൈബ് ചെയ്യാനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാൽക്കണി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ഇവിടെ 2 അടിച്ച് നമ്മുടെ ഡൈനിങ് ഏരിയ ഉണ്ട്. നല്ലൊരു രീതിയിൽ നമുക്ക് കൂടാൻ പറ്റിയൊരു സ്പേസ് തന്നെയാണിത്. അപ്പോൾ ഫാമിലീസ് ആയാൽ പോലും തന്നെ നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഒരു ഗെറ്റ് ടുഗദറിനൊക്കെ പറ്റിയ ഒരു സ്ഥലം തന്നെയാണത്. അപ്പോൾ നമ്മുടെ ഡൈനിങ് ഏരിയ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, പാർട്ടീഷൻ ഏരിയ. നമ്മുടെ ഈ ഫ്ലാറ്റിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഇതിന്റെ പാർട്ടീഷൻ ഏരിയ ആണ്. കാരണം ഈ ലിവിംഗ് ഏരിയയും ഡൈനിങ്ങും തമ്മിൽ
മനോഹരമായ ഒരു പാർട്ടീഷൻ ഏരിയ തന്നെ ബിൽഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ പലതരം ഹോം ഡെക്കോർ ഐറ്റംസ് വെക്കാം, ആർട്ട് ഗാലറി, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ദൈവത്തിനെ ആരാധിക്കുന്നവരാണെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ഒരു ഫോട്ടോ വെക്കാം, എന്ത് വേണം നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഒരുപാട് ഹോം ഡെക്കോർ ഐറ്റംസ് വെക്കാം. നമ്മൾ മുമ്പ് നമ്മുടെ ചാനലിൽ കോസി എന്ന് പറഞ്ഞൊരു ഷോപ്പിന്റെ ഒരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന്, കാരണം നമ്മൾ അടുത്തറിഞ്ഞൊരു എക്സ്പീരിയൻസ് ആണ് അവിടുത്തെ പ്രീമിയം ഫിനിഷുള്ള പ്രോപ്പർട്ടീസിനെ കുറിച്ച്. അപ്പോൾ അവിടുത്തെ പ്രോഡക്ട്സ്, അവിടുത്തെ ഹോം ഡെക്കർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വെക്കാം. ജസ്റ്റ് നമ്മുടെ ഒരു സജഷൻ മാത്രമാണ്, അതൊക്കെ വാങ്ങിച്ചിവിടെ വെക്കാം. അപ്പം മനോഹരമാക്കാൻ പറ്റും നമ്മുടെ ഈ ഫ്ലാറ്റ്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അപ്പോൾ ഈ ഡൈനിങ് ടേബിൾ ഇതെല്ലാം നമുക്ക് ഫുള്ളി ഫർണിഷിന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. നല്ല ചെയേഴ്സ്, വുഡൻ ചെയേഴ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് 3 റൂംസ് ഇവിടെ ഉണ്ട്, അത് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാഷ് ഏരിയ. അപ്പോൾ ജാക്വാറിന്റെ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ വി ഗാർഡിന്റെ ഇലക്ട്രിക്കൽ സാധനങ്ങളാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലംബിങ്ങിന് അവർ യൂസ് ചെയ്തിരിക്കുന്നത് ജക്വാറിന്റെ സാധനങ്ങളാണ്. അപ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിത്തൗട്ട് എനി ഫർദർ ഡിലേ നമുക്കിത് നമ്മുടെ 3 BHK ഫ്ലാറ്റിന്റെ 3 ബെഡ്റൂം നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. അപ്പോൾ കയറുമ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായ കബോർഡ്സ് കാണാം. ഇതെല്ലാം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ അവർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. പ്രീമിയം ഫിനിഷിൽ ചെയ്തിട്ടുള്ള കബോർഡ്സ് ആണ്. അതിനോടൊപ്പം ചേർന്ന് തന്നെ നമുക്കിത് ഇവിടെ മനോഹരമായ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കാണാൻ പറ്റും, അതും പ്രീമിയം ക്വാളിറ്റി ടൈൽസിലുള്ളത്. അതിനോടൊപ്പം ചേർന്ന് തന്നെ ഇവിടെ മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ AC ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. അതും AC എല്ലാം ജൈക്കിൻ്റെ AC ആണ്. വി ഗാർഡിൻ്റെ ഇൻവേർട്ടർ, അതുപോലെ തന്നെ ഫാൻ വി ഗാർഡിൻ്റെ ആണ്. ഈ ബെഡ്റൂം ഇതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്, കാരണം ഇവർ ഓൾറെഡി ഇതിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല പ്രീമിയം ഫിനിഷുള്ള കബോർഡ്സ് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് രാത്രി നമുക്ക് ബെഡ്റൂമിൽ നമുക്കൊന്ന് പീസ്ഫുൾ ആയിട്ട് നിൽക്കണമെങ്കിൽ നല്ല തണുത്ത കാറ്റുണ്ട്. നിവിൻ പോളി നമ്മുടെ ഈ വടക്കൻ സെൽഫിയിൽ പറയും പോലെ. അപ്പോൾ അതെ, ഇവിടെ ഇങ്ങനെ നിന്ന് നല്ല പൂജപ്പുരയിലെ ഈ മെയിൻ റോഡ് നമുക്ക് കാണാൻ പറ്റും, പീസ്ഫുൾ ആയിട്ട് നിൽക്കാൻ പറ്റും. അപ്പോൾ ഇതിലവരൊരു സേഫ്റ്റിക്ക് വേണ്ടി ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പേസ് ആണിത്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല 6 അടി പൊക്കത്തിൽ നല്ലൊരു ഒരുങ്ങി ഇറങ്ങാൻ പറ്റുന്ന ഒരു നല്ല വലിയ കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി പ്രീമിയം ഫിനിഷിലുള്ള ഒരു ബെഡ്റൂം തന്നെയായിരിക്കും നമ്മുടെ ഈ ഫസ്റ്റ് ബെഡ്റൂം. എസ്പെഷ്യലി ഈ ഒരു ആംബിയൻസ്, ഈ ഒരു പീസ്ഫുൾനെസ്സിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ഫസ്റ്റ് റൂം കവർ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ഇനി സെക്കൻഡ് റൂമിലേക്ക് പോവാം. അതിനു മുമ്പ് ഇവിടെ ഒരു സ്പേസ് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ വൈറ്റ് വുഡൻ കബോർഡ് ഇവിടെയും ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അടിപൊളി പ്രീമിയം ഫിനിഷിംഗ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. ട്രോഫീസും കാര്യങ്ങളൊക്കെ വെക്കാനായാലും, എന്ത് വെക്കാനായാലും, ഹോം ഡെക്കോർ ഐറ്റംസ് വെക്കാനായാലും, അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു മനോഹരമായ ഒരു സ്പേസ് തന്നെ ആയിരിക്കും ഇത്. അപ്പോൾ ഓവർ ടു അവർ സെക്കൻഡ് ബെഡ്റൂം. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. കാരണം ഈ വീട്ടിൽ ഒരു ബാൽക്കണി മാത്രമല്ല, രണ്ടാമതൊരു ബാൽക്കണി കൂടെ ഈ റൂമിനകത്താണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാൽക്കണി മാത്രമല്ല, ഇവിടെ ഒരു എക്സ്റ്റൻഡഡ് ബാൽക്കണി ഈ ഒരു റൂമിലുണ്ട്. അതാണ് ഈ ഒരു റൂമിൽ താമസിക്കുന്ന ആൾക്കുള്ള പ്രത്യേകത. അതിനേക്കാൾ ഉപരി മനോഹരമായ മറ്റൊരു വുഡൻ കബോർഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു മിറർ, ഒരു 6 അടി പൊക്കത്തിൽ, 6 അടിയേക്കാൾ കൂടുതൽ പൊക്കത്തിലുള്ളൊരു മിറർ ഇവിടെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ് സെറ്റപ്പ്, അതുപോലെ തന്നെ പ്രീമിയം ഫിനിഷുള്ള കബോർഡ്, പിന്നെ വിൻഡോ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം മെയിനായിട്ട്. കാരണം ഒരു റൂമിൽ ഒരു ബാൽക്കണി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു നിസ്സാര കാര്യമല്ല. കാരണം നമുക്ക് രാത്രി നമുക്കൊന്ന് ചില്ല് ചെയ്യാനായാലും നല്ല അടിപൊളി നല്ല കാറ്റുണ്ട്. ഇവിടെ എങ്ങനെ ഇറങ്ങി ഇവിടെ എങ്ങനെ നിൽക്കാം രാത്രിയൊക്കെ ആകുമ്പോൾ. എസ്പെഷ്യലി ഇൻ കേസ് ഇപ്പം നമുക്ക് നല്ലൊരു സമാധാനത്തിന് ഒരു പീസ്ഫുൾ ഇതിന് വേണ്ടി നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ രാത്രി ഇറങ്ങി നമുക്ക് ഇങ്ങനെ നിൽക്കാം. ഇപ്പോൾ കപ്പിൾസായിട്ട് താമസിക്കുന്നവർക്കാണെങ്കിൽ നല്ല റൊമാൻറ്റിക് മൂഡായിരിക്കും ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. നല്ല കാറ്റുണ്ട്, അതുപോലെ തന്നെ നല്ലൊരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബാൽക്കണി. നമുക്കിനി അടുത്ത മൂവ് ചെയ്യാം. മൂവ് ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം, സെക്കൻഡ് അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ബാത്റൂമും നല്ല അടിപൊളി പ്രീമിയം ഫിനിഷിൽ ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. നല്ല പ്രീമിയം ടൈൽസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ നമ്മൾ 2 പ്രീമിയം നല്ല അടിപൊളി രീതിയിൽ ചെയ്തിട്ടുള്ള 2 ബെഡ്റൂംസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയുണ്ട് നമ്മൾ നേരത്തെ കണ്ടതുപോലെ നമുക്ക് ഓപ്പൺ ചെയ്ത് സ്ലൈഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വിൻഡോ ഈ റൂമിലും ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് തുറന്ന് കാണിച്ചു തരുന്നില്ല, കാരണം ഈ റൂമിൽ ഓൾറെഡി ഒരു മനോഹരമായ ഒരു ബാൽക്കണി ഈ റൂമിലുണ്ട്. അപ്പോൾ ഈ റൂമിൽ താമസിക്കുന്ന ആൾക്ക് ആ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അപ്പോൾ ഓവർ ടു അവർ തേർഡ് ബെഡ്റൂം. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിലെ ലാസ്റ്റ് ബെഡ്റൂം. അപ്പോൾ മറ്റൊരു അടിപൊളി ബെഡ്റൂം തന്നെയാണിത്. ഇവിടെയും നല്ലൊരു ബെഡ് ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡ്രസ് ചേഞ്ച് ചെയ്ത് ഇറങ്ങാൻ പറ്റിയ ഒരു 6 അടി പൊക്കത്തിനുള്ള നല്ലൊരു കണ്ണാടി, അടിപൊളിയായിട്ട് നല്ലൊരു വുഡൻ കബോർഡ്. അതുപോലെ തന്നെ ഇവിടെയും നല്ല മനോഹരമായ
കബോർഡ്സ് പ്രീമിയം ഫിനിഷിൽ ഇവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ദേ ഇവിടെ നമ്മളിത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതേ നല്ല അടിപൊളിയായിട്ട് സെയിം ഞാൻ മറ്റേ ആദ്യത്തെ റൂമിൽ കാണിച്ച പോലെ പീസ്ഫുൾ ആയിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. നല്ല കാറ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂം 3 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂംസ് ഉണ്ട്. അത് 3ഉം നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ പ്രീമിയം ഫിനിഷുള്ള നല്ല ബാത്റൂംസ് ആണ്. അത് നല്ല ടൈലിലൊക്കെ യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ള ബാത്റൂമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 3ഉം നല്ല അടിപൊളി റൂംസ് ആണ് നമുക്കിവിടെ ഈ ഒരു ഫ്ലാറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഒരുപാട് വാൾ സീലിങ്ങും ലൈറ്റ്സും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. മോഡേൺ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഫ്ലാറ്റ് വാങ്ങിക്കുന്നവർക്ക് വേറെ ഒന്നും ചെയ്യേണ്ട, ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ട് ഞാൻ ഈ പറഞ്ഞ എല്ലാ ബേസിക് കമ്മ്യൂണിറ്റീസോടും കൂടി നിങ്ങൾക്ക് നേരിട്ട് കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യാണ്. നിങ്ങൾക്ക് വരിക, താമസിക്കുക, വേറെ ഒന്നും നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ എക്സ്ട്രാ നിങ്ങളുടെ ആഗ്രഹത്തിനുള്ള നിങ്ങളൊരു ഫ്ലാറ്റ് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഇന്റീരിയർ ഇരിക്കണം അങ്ങനെ എന്തെങ്കിലും അല്ലറ ചെറിയ ചേഞ്ചസ് അല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് കയറുക, താമസിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ 1800 സ്ക്വയർ ഫീറ്റ് പൂജപ്പുര സ്ഥിതി ചെയ്യുന്ന TTC ബേസിൽ ലോഫ്റ്റ് ഫ്ലാറ്റിലെ 9D എന്ന നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ഞെട്ടരുത്, 1,20,00,000 രൂപയാണ്. മറ്റൊന്നും കൊണ്ടല്ല, 1 ഫുള്ളി ഫേർണിഷ്ഡ് ഫ്ലാറ്റ് ആണ്, 2 ഇത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ പൂജപ്പുരയാണ്, മറ്റൊരു സ്ഥലത്തുമല്ല. ട്രിവാൻഡ്രത്തെ ഒരു ഫേമസ് ഏറ്റവും കൂടുതൽ നമുക്ക് അക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മധ്യഭാഗത്തിരിക്കുന്ന ഒരു ഹാർട്ട് ഓഫ് ദ സിറ്റി എന്ന് പറയുന്ന പൂജപ്പുരയുള്ള ഒരു ഫ്ലാറ്റാണ്. അതും പൂജപ്പുര മെയിൻ റോഡിൽ. കൂടാതെ ഒരുപാട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമുക്കിവിടെ ഉണ്ട്. റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂൾ, അതുപോലെ തന്നെ ഹെൽത്ത് ജിം, പിന്നെ ക്ലബ് അസോസിയേഷൻ ഒരു ഹാള്, അതുപോലെ തന്നെ ഹോം തിയേറ്റർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഫ്ലാറ്റ് നമുക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മനോഹരമായ നമ്മൾ കണ്ടല്ലോ ഫുള്ള് നമ്മൾ ഈ ചുറ്റി കണ്ടതുപോലെ ഈ ഒരു പ്രീമിയം ഫിനിഷുള്ള ഒരു ലക്ഷറിയസ് ഫ്ലാറ്റ് ആണിത്. അപ്പോൾ 1,20,00,000 ആണ് ഓണർ ചോദിക്കുന്ന എമൗണ്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓണറുടെ നമ്പർ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇൻ കേസ് ഒരു ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഓണറിനെ കോൺടാക്ട് ചെയ്യാം. ഓണറിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് ഓണറുമായിട്ട് നിങ്ങൾക്ക് വില നെഗോഷിയേറ്റ് ചെയ്യാം. അതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് വന്ന് ഈ ഫ്ലാറ്റ് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു തീരുമാനം എടുക്കാം. എന്നിരുന്നാലും എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നത് 100% ഗ്യാരണ്ടിയാണ്. കാരണം ഇത്രയും നിങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത്രയും പ്രീമിയം ലക്ഷറിയസ് ഫ്ലാറ്റ്, അതും ഇത്രയും ഒരു അടിപൊളി ലൊക്കേഷനിൽ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഒരു ഉഗ്രൻ ഡീൽ തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് ഓണറിനെ വിളിച്ച് സംസാരിക്കുക. ഇതിനിടയിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു വിധത്തിലുള്ള ബ്രോക്കറേജോ ഒരു ഇന്റർമീഡിയറോ ഒന്നുമില്ല. ഡയറക്റ്റ് ഓണറും നിങ്ങളും തമ്മിലുള്ള ഡീലായിരിക്കും.